ഒരാളെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളോട് തന്നെ പറയുക എന്നതാണ്. ജീവിതം ആസ്വദിക്കാൻ ചിലവില്ല. ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചിലവ്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ കണക്ക് പോലും തുടങ്ങുന്നത് 0-യിൽ നിന്നാണ്. നിരാശപ്പെടരുത്. ക്ലോക്കിന്റെ സൂചികൾ ഇറഞ്ഞാണ് നീങ്ങുന്നതെങ്കിലും സൂചികൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. ചെയ്തതൊക്കെ അധികം പേരും അങ്ങ് മറക്കും. പക്ഷേ ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. ഉപകാരങ്ങൾക്കെന്നും ഓർമ്മശേഷി കുറവാണത്രേ. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. ഈ ലോകത്തെ ഒരു അവാർഡും കൊടുക്കാൻ പറ്റാത്ത ചിരിയാണ് വിശക്കുന്നവന് വിളമ്പുന്നവനോടുള്ള ചിരി. വേദനിപ്പിക്കില്ലെന്ന് കരുതിയവരിൽ നിന്ന് വേദനിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. എല്ലാം തകർന്നു പോയിട്ടും വീണ്ടും ഒരു പ്രതീക്ഷയില്ലേ? എല്ലാം ശരിയാകുമെന്ന്. അത് തന്നെയാണ് ജീവിതം. പുതുമയിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ പഴയതിൻ്റെ വിലയറിയില്ല. പുതുമ നഷ്ടപ്പെടുന്നതുവരെ, അത് വ്യക്തിയായാലും വസ്തുവായാലും. ഇങ്ങോട്ട് ഇല്ലാത്തത് ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുമില്ല. അത് സ്നേഹമായാലും പരിഗണനയായാലും. എന്തൊക്കെയോ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ എല്ലാം മറന്ന് മനോഹരമായി ചിരിക്കുന്നത്. എല്ലാം സത്യത്തിനു വേണ്ടി ത്യജിക്കാം, എന്നാൽ സത്യം ഒന്നിനു വേണ്ടിയും ത്യജിച്ചുകൂടാ. വലിച്ചെറിയപ്പെട്ട മനുഷ്യരനേകമുണ്ട് ചുറ്റിലും. ദുർഗന്ധമില്ലാത്തതിനാൽ നമ്മൾ തിരിച്ചറിയാത്തതാണ്. 1000 നല്ല മുഖങ്ങൾ കണ്ടെത്താം. അതിൽ അപൂർവം ചില മനസ്സുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് ആത്മാർത്ഥത. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല. ജീവിച്ചിരിക്കെ നമുക്കിടയിലെ ബന്ധങ്ങൾ മരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരായിരിക്കും. ചിരി ദുഃഖമാണോ സന്തോഷമാണോ എന്ന് ചിരിക്കുന്നയാൾക്ക് മാത്രമേ അറിയൂ. കാണുന്നവർക്ക് അതെന്നും ഭംഗിയുള്ള ചിരി മാത്രമാണ്. ഉള്ളിലെ വേദന ആർക്കും അറിയില്ല. വാക്കുകൊണ്ട് സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൂടെയുള്ള മനുഷ്യരും നമ്മളെ കാണണം എന്നില്ലല്ലോ. ഉയരങ്ങൾ ഓരോന്നായി കീഴടക്കുമ്പോഴും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നാം കാണുന്നത് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെയാണ്. ഈ ലോകത്തെ ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നതും പറയുന്നതും അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം. എന്നാൽ സ്നേഹം മൂലമുണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ചിലരെയൊക്കെ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ചില സമയങ്ങളിൽ അവർ തന്നെ മനസ്സിലാക്കി തരും. നമ്മളോട് എങ്ങനെ പെരുമാറി എന്നാരും ചിന്തിക്കില്ല. പക്ഷേ നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും.
നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോയിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.